പ്രാണനിൽ ഭാഗം 16. അപ്പോൾ അവൻ അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും പതിയെ എഴുന്നേറ്റുകൊണ്ട് അവളെ ഇരു കൈയാൽ കോരിയെടുത്ത് ആടിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു. എന്നാൽ ബാൽക്കണി ഡോർ കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻസ് കിട്ടാതെ അവൻ്റെ കയ്യിൽ നിന്നും പാറു നിലത്തേക്ക് വീണിരുന്നു. ആ അമ്മേ, എൻ്റെ നടു! നിലത്ത് നടുവിന് പിടിച്ച് കിടന്ന് കരയുന്ന പാറുവിനെ വ്യാസ് വായ് പൊത്തിക്കൊണ്ട് നോക്കി. എടോ കള്ളുകുടിയാ, എന്നെ താഴെ തള്ളിയിടാനാണോ വലിയ കാര്യം പോലെ എടുത്ത് പൊക്കിയത്? വേദനയ്ക്കിടയിലും പാറു പല്ല് നെരിച്ചുകൊണ്ട് വ്യാസിനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവളെ നോക്കി പതിയെ നിലത്തേക്ക് കുനിഞ്ഞിരുന്നു. എന്നെ ചീത്ത പറയല്ലേ ശ്രീ, നിന്റെ വിച്ചേട്ടനല്ലേ, അറിയാതെ പറ്റിപ്പോയതല്ലേ. നിലത്ത് നിന്ന് പാറുവിൻ്റെ അരികിൽ ചമ്രം പടിഞ്ഞിരുന്നു അവളുടെ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ തന്നെ പാറു അവൻ്റെ കൈ തട്ടി മാറ്റിയിരുന്നു. വേണ്ട, എന്നെ തൊടണ്ട, വീണ്ടും എടുത്ത് ചാടാനല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും എണീറ്റോളാം. പാറു അത് പറഞ്ഞുകൊണ്ട് നിലത്ത് കൈകുത്തി എഴുന്നേറ്റിരുന്നു. അത് കണ്ടപ്പോൾ അടയാൻ പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ചുണ്ട് പിളർത്തിക്കൊണ്ടവൻ അവളെ നോക്കി. എന്താ ശ്രീ, നിന്നെ തൊടാൻ പോലും എന്നെ സമ്മതിക്കില്ലേ നിന്റെ വിച്ചേട്ടൻ? മിണ്ടരുത്. ആരെ വിച്ചേട്ടൻ? കുറേ നേരമായല്ലോ പറയുന്നത് എൻ്റെ വിച്ചേട്ടനാണെന്ന്. അപ്പോൾ പിന്നെ പ്രിയ ആരാ? നിങ്ങൾ അവളുടെ അല്ലേ? വ്യാസിൽ നിന്നും പ്രിയയെപ്പറ്റി കേൾക്കാനാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും എന്തുകൊണ്ടോ ആ വാക്കുകളൊക്കെയും പാറുവിൽ വേദന ഉളവാക്കിയിരുന്നു. എന്നാൽ ഈ സമയം പാറുവിൽ നിന്ന് പ്രിയ എന്ന പേര് കേട്ടപ്പോൾ വ്യാസിൻ്റെ മുഖഭാവം മാറി. പ്രിയ, അവൾ ആരാണെന്ന് നിനക്കറിയോ? ഈ വ്യാസ്ദേവിൻ്റെ പ്രാണനായിരുന്നു. എൻ്റെ ആദ്യ പ്രണയമായിരുന്നു. ഇടർച്ചയോടെ തിളങ്ങുന്ന കണ്ണുകളോടെയുള്ള വ്യാസിൻ്റെ വാക്കുകൾ ഓരോന്നും പാറുവിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ബാക്കി കേൾക്കാൻ ത്രാണിയില്ലെങ്കിൽ കൂടിയും വ്യാസിൽ നിന്നും പ്രിയ ആരാണെന്നും അവൾക്ക് എന്താ പറ്റിയതും എന്നുമൊക്കെ അറിയണമെന്നവൾക്ക് തോന്നി. നിങ്ങൾ അവളെ കണ്ടതും വിവാഹം കഴിഞ്ഞതുമൊക്കെ പറയാമോ? നിലത്തിരിക്കുന്നവൻ്റെ അരികിൽ നീങ്ങിയിരുന്നു കൊണ്ട് പാറു ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പറയണോ എല്ലാം? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ വേണമെന്ന രീതിയിലൊന്നും മൂളിയപ്പോൾ തന്നെ വ്യാസ് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു. വയറിൻ്റെ ഭാഗത്തേക്ക് മുഖം ചേർത്ത് കിടന്നതിനാലും അവൻ കിടന്നപ്പോൾ സാരി നീങ്ങി വയർ മുഴുവനും കാണുകയും ചെയ്തപ്പോൾ അവൻ്റെ ശ്വാസം തട്ടിയപ്പോൾ അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുടിയിൽ കൈകൾ ചേർത്തു. അപ്പോൾ അവളുടെ വയറിൽ മുഖം അമർത്തി ഒന്ന് ചുംബിച്ചുകൊണ്ട് വ്യാസ് പറഞ്ഞു തുടങ്ങി അവരുടെ പ്രണയ നാളുകളെപ്പറ്റി. ഇനി കുറച്ച് പാസ്റ്റാണ് കേട്ടോ, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. വ്യാസ് മുംബൈയിൽ പുതുതായി പണിതുയർത്തിയ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു പ്രിയയെ കണ്ടുമുട്ടുന്നത്. വ്യാസിൻ്റെ ഫ്രണ്ട് പ്രണവിൻ്റെ അനിയത്തിയാണ് പ്രിയ. ഒരിക്കൽ പ്രണവിൻ്റെയും അവൻ്റെ ഫ്രണ്ട് ഗോകുലിൻ്റെയും കൂടെ വ്യാസിൻ്റെ കമ്പനിയിൽ വന്നപ്പോഴായിരുന്നു അവരുടെ ഫസ്റ്റ് മീറ്റ്. ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാസിന് പ്രിയയോട് എന്തോ ഒരിഷ്ടം തോന്നിയിരുന്നു. അതിൻ്റെ കാരണം തന്നെ പൂച്ചക്കുട്ടിയെ പോലുള്ള അവളുടെ അടക്കവും ഒതുക്കവും സംസാരവും ഒക്കെയായിരുന്നു. കാണാൻ ഇരുനിറമാണെങ്കിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി അവളെ കൂടുതൽ മനോഹരിയാക്കുന്നത് പോലെ അവന് തോന്നി. അന്നാദ്യമേ വ്യാസിൻ്റെ മനസ്സിൽ പ്രിയ ഇടം നേടി. അവൻ്റെ ആദ്യ പ്രണയമായി അവൾ മാറി. അന്ന് ഓഫീസിൽ വന്നപ്പോൾ മുതൽ പ്രണവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വ്യാസിൻ്റെ കണ്ണുകൾ മുഴുവനും പ്രിയയിലായിരുന്നു. എന്നാൽ ചെയറിനിടയിൽ കൂടെ പ്രിയയുടെ കൈവിരലുകൾ പ്രണയത്തോടെ കോർത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലിനെ അവൻ കണ്ടിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ അവളെ കാണുവാൻ വേണ്ടി മാത്രം വ്യാസ് പല കാരണങ്ങളും പറഞ്ഞ് പ്രണവിൻ്റെ വീട്ടിൽ പോവുക തുടർന്നു. പക്ഷേ അപ്പോൾ അധികവും അവിടെ ഗോകുലുണ്ടാവുമായിരുന്നു. പക്ഷേ അന്ന് അതൊന്നും വ്യാസ് ശ്രദ്ധിക്കാനേ പോയിരുന്നില്ല. പ്രിയ ആണെങ്കിൽ വ്യാസിനെ കാണുമ്പോഴൊക്കെയും ആദ്യത്തെയുള്ള അപരിചിതത്വമൊക്കെ മാറി സന്തോഷത്തോടെ ഓടി വന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും അവൻ കൊണ്ടുകൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെയും മടികൂടാതെ വാങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ അവനും ഉറപ്പായി അവളുടെ മനസ്സിലും തനിക്ക് സ്ഥാനമുണ്ട് എന്ന്. അതിനിടയിൽ അവൻ സുധാകരനോടും ജയന്തിയോടും പ്രിയയെ കണ്ടതും ഇഷ്ടപ്പെട്ടതുമൊക്കെ പറയുകയും ഫോട്ടോ അയച്ചു കൊടുക്കുകയും അവർക്ക് അവളെ ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ ഒരു ദിവസം ഗോകുലും പ്രിയയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ പ്രണവ് പ്രിയയെ കുറേ അടിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. പ്രിയയെ തനിക്ക് കല്യാണം കഴിക്കണമെന്ന ആവശ്യവുമായി വന്ന ഗോകുലിനെയും പ്രണവ് അടിച്ചു. ഇനി പ്രിയയുടെ നിഴൽവട്ടത്ത് പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സമയം തന്നെയായിരുന്നു വ്യാസ് പ്രണവിനെ വിളിച്ചു പ്രിയയെ ഇഷ്ടമാണ് എന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞത്. കൂലിപ്പണിക്കാരനായ ഗോകുലിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വ്യാസാണെന്ന് മനസ്സിലായ പ്രണവ് പെങ്ങളുടെ ഭാവി ഓർത്ത് ആ കല്യാണത്തിന് സമ്മതം നൽകി. എന്നാൽ അതറിഞ്ഞ പ്രിയ അവൾക്കാവുന്നതുപോലെ തടയാൻ നോക്കിയെങ്കിലും ഈ കല്യാണം നടന്നില്ല എങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന പ്രണവിൻ്റെ വാക്കിന് മുന്നിൽ പ്രിയ തളർന്നു. അങ്ങനെ ഒന്നും അറിയാതെ അവളെ വ്യാസ് താലി ചാർത്തി തൻ്റെ സ്വന്തമാക്കി. എൻഗേജ്മെൻറ്റും പെണ്ണുകാണലും ഒന്നും വേണ്ട എന്ന് പ്രണവ് പറഞ്ഞത് കൊണ്ട് നേരെ വിവാഹം നടത്തുകയായിരുന്നു അവർ. അവരുടെ അച്ഛനും അമ്മയും ചെറുതിലെ മരിച്ചു പോയതുകൊണ്ട് കുറച്ച് ബന്ധുക്കൾ മാത്രമേ കല്യാണത്തിനുണ്ടായിരുന്നുള്ളൂ. ഒടുക്കം കല്യാണമൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോഴൊക്കെയും പ്രണവിൻ്റെ ഭീഷണിക്ക് മുന്നിൽ
പ്രിയ വാസിനോട് ചേർന്ന് നിൽക്കുകയും ചിരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ എല്ലാം കഴിഞ്ഞ് വ്യാസിൻ്റെ കൂടെ അമരാവതിയിലെത്തി രാത്രി റൂമിലെത്തിയപ്പോൾ അവിടെ തന്നെയും കാത്തു നിൽക്കുന്ന വ്യാസിനെ കണ്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ പ്രിയ അവൻ്റെ കാൽ പിടിച്ചു കരഞ്ഞുകൊണ്ട് അവളും ഗോകുലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു. പ്രണവ് അത് അറിഞ്ഞതും കൂടെ അവൻ്റെ രക്തം അവളുടെ വയറിൽ പിറവിക്കൊള്ളുന്നുണ്ട് എന്നും കൂടെ അറിഞ്ഞപ്പോൾ നിന്ന നിൽപ്പിൽ വ്യാസ് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അന്നാദ്യമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയത്തിൽ 1000 കത്തികൾ കുത്തിക്കയറ്റിയ അവസ്ഥ. ഞങ്ങളോട് പൊറുക്കണം. ചെയ്തത് മുഴുവനും തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ദേവേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് കണ്ടത്. ഈ കല്യാണം പോലും പ്രണവേട്ടൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തതാണ്. എനിക്ക് ജീവിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ. അതിന് ദേവേട്ടൻ ഞങ്ങളെ സഹായിക്കണം. വ്യാസിനെ നോക്കി പ്രിയ പറഞ്ഞപ്പോൾ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവിടെ നിന്നും പ്രണവിനെ കാണാൻ ചെന്ന വ്യാസ് അറിയുന്നത് പ്രണവ് നാട് വിട്ടു എന്ന വാർത്തയാണ്. എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ മനസ്സുമായി വീട്ടിൽ തിരിച്ച വ്യാസ് കാണുന്നത് ബെഡിൽ കിടന്നുറങ്ങുന്ന പ്രിയയെയാണ്. ഒരു നിമിഷം അവളെ നോക്കി നിന്ന് അവൻ എന്തൊക്കെയോ തീരുമാനിച്ച ശേഷം പോയി സോഫയിൽ കിടന്നു. നിന്നെ പ്രണയിച്ചത് ഞാൻ മാത്രമായിരുന്നു പ്രിയ. പക്ഷെ നിന്റെ മനസ്സിനും ശരീരത്തിനും അവകാശി ഗോകുലല്ലേ. അതുകൊണ്ട് ഇനിയും നിന്നെ ഇവിടെ ഞാൻ പിടിച്ചു നിർത്തില്ല. നാളെ തന്നെ ഗോകുലിനെ കണ്ടുപിടിച്ച് നിന്നെ ഞാൻ അവനെ ഏൽപ്പിക്കും. എവിടെയാണെങ്കിലും നീ സന്തോഷവതിയായിരുന്നാൽ മതി. ഇനി വ്യാസദേവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. പ്രിയയെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വ്യാസും കണ്ണുകൾ അടച്ചു കിടന്നു. എന്നാൽ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തൻ്റെ തീരുമാനം അറിയാനായി പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന പ്രിയയോട് ഗോകുലിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് വ്യാസ് ഇറങ്ങിപ്പോയി. എന്നാൽ എവിടെ അന്വേഷിച്ചിട്ടും ഗോകുൽ എവിടെയാണെന്ന് അവന് കണ്ടെത്താനായില്ല. നിരാശയോടെ തിരിച്ച് വീട്ടിലെത്തി പ്രിയയോട് പറഞ്ഞപ്പോൾ കുറേ നേരം കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എവിടെയാണെങ്കിലും അവൻ അവളെ കൊണ്ടുപോകാൻ വരുമെന്ന്. ആ പ്രതീക്ഷയിൽ 9 മാസം വരെ അവൾ തള്ളി നീക്കി. പ്രണവിൻ്റെയോ ഗോകുലിൻ്റെയോ ഒരു വിവരവും ലഭിച്ചില്ല. പക്ഷേ സ്വന്തം കുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും വ്യാസ് അതിനെ സ്നേഹിച്ചു. അതിൻ്റെ കാരണം അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം കൊണ്ട് മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടുന്നതെല്ലാം അവൻ ചെയ്തു കൊടുത്തു. വേദന വരുമ്പോഴൊക്കെയും കൂടെയിരുന്നു. ആ സമയം ജയന്തി ആകെ സന്തോഷത്തിലായിരുന്നു. കാരണം വ്യാസിൻ്റെ കുഞ്ഞാണ് അത് എന്നായിരുന്നു അവരും വിശ്വസിച്ചത്. എന്നാൽ എല്ലാവരുടെയും സന്തോഷമൊക്കെ തല്ലിക്കെടുത്തിയത് ആ ദിവസമായിരുന്നു. 9ാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി വ്യാസിൻ്റെ കാറിൽ ജയന്തിക്കൊപ്പം പോയി മടങ്ങി വരുമ്പോൾ റോഡരികിലുള്ള ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിച്ചിറങ്ങവെയാണ് മറുഭാഗത്ത് ഒരു ബൈക്കിൽ മുന്നിൽ ഒരു കുഞ്ഞിനെയും ഇരുത്തി പിറകിൽ ഒരു പെൺകുട്ടിയെയും കൊണ്ടിരിക്കുന്ന ഗോകുലിനെ പ്രിയ കണ്ടത്. ക്യാഷ് കൊടുക്കുന്നതിനാൽ വ്യാസ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ജയന്തിയും വ്യാസിൻ്റെ ഒപ്പമായിരുന്നു. എന്നാൽ ഈ സമയം അകന്നു പോകുന്ന ബൈക്കിന് പിറകെ ഗോകുലേട്ട എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഓടുന്ന പ്രിയയെ കണ്ട ജയന്തി ഞെട്ടിക്കൊണ്ട് വ്യാസിനെ വിളിച്ചു കാണിച്ചു കൊടുത്തു. നിറയെ വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെ വയറും താങ്ങി ഓടുന്ന പ്രിയയെ കണ്ട വ്യാസിൻ്റെ ഉള്ളം പിടച്ചു. പ്രിയ എന്ന് വിളിച്ചുകൊണ്ടവൻ റോഡിലേക്ക് ഇറങ്ങി അവൾക്കരികിലേക്ക് ഓടിയെടുക്കുമ്പോഴേക്കും നിയന്ത്രണമില്ലാതെ വന്ന ഒരു കാർ അവളെ ഇടിച്ചു നിർത്താതെ പോയിരുന്നു. ആ ഒരു നിമിഷം ശ്വാസം വിലങ്ങിയ പോലെ തറഞ്ഞു നിന്ന വ്യാസ് ഓടി വന്നവളെ വാരിയെടുത്തപ്പോഴേക്കും അടിവയറിൽ നിന്നും രക്തം നിർത്താതെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. വേദന കാരണം കരയാൻ പോലും ആകാതെ പിടയുന്ന അവളെ കാറിലേക്ക് കയറ്റിയിരുത്തി ഹോസ്പിറ്റലിലേക്ക് കുതിക്കുമ്പോൾ വ്യാസിൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവേട്ടാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ നോക്കണേ. അവസാനമായി ICUവിലേക്ക് കയറ്റുമ്പോൾ വ്യാസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തോടെ പ്രിയ പറഞ്ഞപ്പോഴും തിരിച്ചൊന്നും പറയാനാവാതെ തളർന്നിരിക്കുകയായിരുന്നു അവൻ.